ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരിയയുടെ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയിലാണ് അവർക്ക് നീതി കിട്ടുമെന്നുള്ളത്. സദറുൽ ആലം എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനാണ് ആ പെൺകുട്ടിയെ കൊല ചെയ്തത്. അത് വിദേശത്ത് വെച്ചിട്ട് മതം മാറാത്തത് കൊണ്ട് മാത്രം ആ കുടുംബത്തിന് നീതി കിട്ടുമോ? സാറിൻ്റെ അഭിപ്രായം എന്താണ് ആ കാര്യത്തിൽ? ഒന്ന് ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. ഉസ്ബെക്കിസ്ഥാനിലുള്ളതെല്ലാം 94% പേരും ഹനാഫി സുന്നി മുസ്ലിംസാണ്. 8-ാം നൂറ്റാണ്ടിൽ അബു ഹനീഫ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഉണ്ടാക്കിയെടുത്തൊരു പാരമ്പര്യമാണ് ഈ ഹനാഫി പാരമ്പര്യം എന്ന് പറയുന്നത്. ലോകത്തിലെ മൊത്തം മുസ്ലിങ്ങളിൽ 30% പേര് ഈ ഹനാഫി പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. അതിൽ അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ 94% പേരും ഇവരാണ്. അവശേഷിക്കുന്നതിൽ ഒരു 5-6% വരുന്ന അവരിൽ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരുമാണ്. ഇതാണ് അവിടുത്തെ ഒരവസ്ഥ. ഇത് സെക്കുലറാണ്, ഡെമോക്രാറ്റിക് ആണെന്നൊക്കെ ഇവർ പറയുമെങ്കിലും അവിടെ ഇസ്ലാമിക മതഭരണത്തിൻ്റെ സ്വാധീനത്തിലാണ് അത് നിലനിൽക്കുന്നത്. അതെന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം 94% മനുഷ്യർക്കും ബാധകമാകുന്നൊരു കാര്യമല്ലേ വരുള്ളൂ. അതെ, അത്രേ വരുള്ളൂ. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവർ ഉപദ്രവിക്കുകയില്ല. പക്ഷേ ഈ ഹനാഫി മുസ്ലിംസും കരുതുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിഹാദ് ഇസ്ലാമിക ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇസ്ലാമിലേക്ക് മാറ്റാനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 4% വരുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളേ ഉള്ളൂ. സെക്കുലറിസം പറഞ്ഞിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുകയും റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുകയും മുസ്ലിമിൻ്റെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട് പെർസെൻറ്റേജിൽ. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജിഹാദ് ചെയ്തതാണ്. നിങ്ങൾ അവൻ്റെ ഒരു നിലപാട് നോക്കണം. അവനൊരു ജിഹാദ് ചെയ്തതാണ്. എന്താണ് ആ ജിഹാദ്? ഒരു ലവ് ജിഹാദ് തന്നെ ചെയ്തതാണ്. അല്ലാതെ ലവ് ട്രാപ്പ് ജിഹാദ്. എല്ലാ ലവ് ജിഹാദും ലവ് ട്രാപ്പ് ജിഹാദാണ്. ഇതിനകത്ത് ഈ പ്രണയത്തിന് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠകളുണ്ടല്ലോ, ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠകളും. അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, പ്രണയം തലക്ക് കയറി സഹിക്കോ ചെയ്യാതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മതം മാറ്റാൻ പറയുന്നത്? പ്രണയത്തിന് മതമില്ല, പ്രണയത്തിന് ജാതിയില്ല, പ്രണയത്തിന് കാശില്ല. ഇതൊക്കെ ശരിയാണ്. അതൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രണയിച്ച പെൺകുട്ടിയോട് മതം മാറാൻ പറയുന്നത്? എന്തിനാണ് അവരെ മതം മാറാൻ വിസമ്മതിക്കുമ്പോൾ അവരെ തല്ലിച്ചതക്കുന്നത്? ഇവൻ അതാണ് ചെയ്തത്. തല്ലിച്ചതക്കുന്നത് എന്തിനാണ്? എന്തടിസ്ഥാനത്തിലാണത്? ഇത്രയും കാലം ഇവർ പറഞ്ഞിരുന്നത് എന്താണ്? കുറേ എണ്ണം ഉണ്ടല്ലോ, കുറേ പേരിങ്ങനെ ഇറങ്ങുമല്ലോ. എന്തേ ഇപ്പോൾ ഈ സവാരിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു മെഴുതിരി പോലും ആരും കത്തിച്ചിട്ടില്ല. സാവരിയക്ക് വേണ്ടിയിട്ട് ഒരു ചാനലിലും അത് ചർച്ചാ വിഷയമല്ല. ഒരു പത്രവും മുഖപ്രസംഗം എഴുതിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്കെല്ലാം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പണം കൈപ്പറ്റിയാണ്, ഞാൻ ഓതൻറ്റിക്കായിട്ട് പറയുകയാണ്, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പണം കൈപ്പറ്റിയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് പ്രിൻ്റ് ആയാലും വിഷ്വലായാലും പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പം തെളിയിച്ചോളാം. ആരൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാം. കാശ് വാങ്ങിയിട്ടാണ് ഇവരിത് മിണ്ടാതിരിക്കണേ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആദ്യം പറഞ്ഞിരുന്നത് അവർക്ക് ഇസ്ലാമിക ടെറർ ഗ്രൂപ്പിനെ പേടിയുടെയല്ല, ഇസ്ലാമിക ടെറർ ഗ്രൂപ്പിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട് ഇവരിൽ. ആ പണം കൈപ്പറ്റിയിട്ടാണ് ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത്. സാഹിത്യ സാംസ്കാരിക നായകരൊക്കെ എവിടെ പോയി? കേരള സ്റ്റോറി എന്നൊരു സ്റ്റോറി ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? ഇത് മറ്റെന്താണ്, മധ്യപ്രദേശത്ത് നിന്ന് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ അടിച്ചുവിടെ കൊണ്ടുവന്ന ഒരുത്തൻ, അതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരൊക്കെ ഇപ്പം എന്താ മിണ്ടാത്തത്? എവിടെ പോയി അവരുടെ?
നാക്കവിടെ പോയി. അവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് അവളെ ട്രാപ്പിലാക്കുകയും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചപ്പോൾ തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറയുകയും താൻ മതപരിവർത്തനം നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പകരമായിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്നു. ഈ കാര്യത്തിൽ ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും വരെ പങ്കുണ്ട്. ഞാൻ ആരോപിക്കുകയാണ്, ഇവരുടെ അച്ഛനും അമ്മയ്ക്കും, എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അവരുടെ കുടുംബത്തിന് ഇതിനകത്ത് പങ്കുണ്ട്. അവരെല്ലാവരും കരുതുന്നത് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എത്രയോ ഹൂറികളുണ്ടല്ലോ, 72 ഹൂറികളെ കൊടുക്കും അല്ലാഹു എന്നും പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറയട്ടെ. ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ ഇതിനെ അപലപിക്കുന്നു എന്ന് പാണക്കാട്ടെ ഏതെങ്കിലും ഒരു തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട, നമ്മുടെ മുഖ്യമന്ത്രി എന്താ മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് പ്രശ്നമുണ്ട്, കാരണം മുഖ്യമന്ത്രി ഇസ്ലാമിക ടെറർ ഗ്രൂപ്പിൻ്റെ തടവുകാരനായിട്ട് ഇരുന്നുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷേ ഇത് ഹരിപ്പാട് ഹോം മിനിസ്റ്ററുടെ സ്റ്റേറ്റ് അല്ലേ, അല്ല മണ്ഡലമല്ലേ? ഹോം മിനിസ്റ്റർ എന്താ പറയാത്തത്? എന്താണ് KPCC ഒന്നും പറയാത്തത്? എന്താണ് CPM ഒന്നും പറയാത്തത്? എന്താണ് CPIക്കാർ പറയാത്തത്? ഇവരൊക്കെ സെക്കുലറിസ്റ്റുകളാണല്ലോ. ഈ സെക്കുലറിസ്റ്റുകളെല്ലാം എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? മറുപടി കിട്ടണം. ഇവരൊക്കെ ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, ഇതാ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ജിഹാദികൾക്ക് പ്രേരണ നൽകിക്കൊണ്ട് ലവ് ജിഹാദിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഈ പാർട്ടികളാണ്. അവരുടെ പിന്തുണയിലാണ് ലവ് ജിഹാദ് വളർന്ന് വികസിക്കുന്നത്. അവരാണ് കേരള സ്റ്റോറി കളവാണ് എന്ന് പ്രചരിപ്പിച്ചവർ. ഇപ്പം എന്താ പറയാനുള്ളത്? ഇപ്പോഴെന്ത് പറയാനുണ്ട്? അവരാണ് കേരള സ്റ്റോറി. ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് അവളെ വലയിൽ വീഴ്ത്തിയിട്ട് അവിടെ ചെന്ന് അവളെ തച്ചു കൊന്നിരിക്കുന്നു, ഇല്ലേ? അതെ. എന്നിട്ട് ഇത് പ്രശ്നം ഒത്തുതീർപ്പെത്തിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതും ബ്രൂട്ടലായിട്ടാണ്. അങ്ങനെയാണ് മൊത്തം ചതച്ച്. അതേന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് അത്രയും ഇഷ്ടപ്പെടുമെന്നാണ് ഇവൻ്റെ വിശ്വാസം. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ച ഒരുത്തിയെ ഈ രീതിയിൽ താൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉടനെ ഹർഷവന്മാദനായിട്ട് 2 ഹൂറികളെ കൂടി ഇവന് കൊടുക്കുമെന്നാണ് പറയണത്. എക്സ്ട്രാ കൊടുക്കും. ഒരുപക്ഷെ അവൻ്റെ വാപ്പക്കും കൊടുത്തുന്നിരിക്കും 2 ഹൂറികളാണ്. ഇങ്ങനത്തെ ഒരു മകനെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ. എന്താ ഇവരൊക്കെ ഇതിപ്പോൾ അവിടെ പോയേക്കാണ്. ആ കേസിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ കഷ്ടം. സാർ, അവിടുത്തെ ഈ പ്രതിയെ ഇന്ത്യയിലേക്ക് വിടും, ഇവിടെ വിചാരണ ചെയ്യാനുള്ള സാധ്യത തേടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നടക്കുമോ? അല്ല, പ്രതിയെ എന്തായാലും ഇവന് ഇന്ത്യയിലെത്തുമല്ലോ. അല്ലെങ്കിൽ അവന് ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ കഴിയേണ്ടി വരും. അവൻ ഇന്ത്യയിലേക്ക് എത്തണമല്ലോ. ഇനി അവനെത്തില്ലെങ്കിൽ അവൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവൻ്റെ ഒരു ബ്രദറും ഉണ്ട്, അയാൾ വയനാട്ടിലാണ്. അയാളും ഡോക്ടറാണെന്നാണ് പറയണം. ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഈ കുടുംബത്തിന്. അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ കേസ് ഇല്ലാതെയാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഇവർക്ക് വേണ്ടി ഇടപെട്ട് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ ലവ് ജിഹാദ് ഇത് ഖുറാനിലുള്ളതാണ്. അതാണ് ഇതിനകത്ത് സത്യം. ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരും ഈ ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും പറയുന്നത്. ഖുറാൻ വ്യക്തമായി പറയുന്ന കാര്യം. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. 1, മുസ്ലിം അമുസ്ലിം വിവാഹം വിലക്കപ്പെട്ടതാണ്, ഷിർക്കാണ്. അല്ലാഹു അതിനെ എതിർത്തിട്ടുണ്ട്. ഓക്കെ. അടിമയെ വിവാഹം കഴിക്കേണ്ടി വന്നാലും, അടിമയായ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നാലും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമുസ്ലിമിനെ മുസ്ലിമാക്കി മതപരിവർത്തനം നടത്തിയിട്ട് വേണം കഴിക്കാൻ. ഇതിൻ്റെ പേരാണ് ലവ് ജിഹാദ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? തങ്ങൾ പറയട്ടെ, തങ്ങൾ പണ്ഡിതനാണല്ലോ, തങ്ങൾ പറയട്ടെ ഇത് പറഞ്ഞിട്ടുണ്ടോ? തങ്ങൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഖുറാൻ വെച്ച് സ്ഥാപിക്കാൻ തയ്യാറാണ്. ദർ ഈസ് ലവ് ജിഹാദ് ഇൻ ദ ഖുറാൻ. ഇതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത്. ഒരു മുസ്ലിം യുവാവ് ഒരു അമുസ്ലിം പെൺകുട്ടിയെ കാണുന്നത് മതപരിവർത്തനം നടത്തി നാളെ അല്ലാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനുള്ള ജിഹാദിൻ്റെ ഉൽപ്പന്നമായിട്ടും ഇരയായിട്ടുമാണ്. ഇതാണ് അപകടം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് ചെയ്യണം? അതിനെ സഹായിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്, CPM നിൽക്കുന്നത്, മുസ്ലിം ലീഗ് നിൽക്കുന്നത്, CPI നിൽക്കുന്നത്, കേരള കോൺഗ്രസ്സുകാർ നിൽക്കുന്നത്. പള്ളിയിലച്ചന്മാർ രണ്ടും പറയും, ഇടയ്ക്ക് ഇതും പറയും, ഇടയ്ക്ക് അതും പറയും. കാരണം ഇണ്ടം തുരുത്തിക്ക് രണ്ടും വശം എന്ന് പറയുന്ന രീതിയിൽ രണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെന്താ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി മറ്റവരൊക്കെ ഉറച്ചു നിൽക്കുന്ന ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഖുറാനിൽ പറയുന്ന ഈ ഭാഗങ്ങൾ നമ്മുടെ ആധുനികമായൊരു സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറയാൻ ഇവർ തയ്യാറാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.